ബൈപ്പാസ് വികസിക്കാൻ 7 കോടി രൂപ വെച്ചത് നമ്മൾ 1 കോടി രൂപയാണ് മുനിസിപ്പാലിറ്റി വെക്കണുള്ളൂ. ബാക്കി 5 കോടി എം എൽ എ ആണ് നമുക്ക് തരാമെന്ന് പറയുന്നത്, 2 കോടി MP ഫണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി സംയോജിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അല്ലാതെ നമുക്കിപ്പോൾ 100 കോടി രൂപയ്ക്ക് കടം വാങ്ങിയിട്ട് ഈ 30-40 കോടി രൂപ വേണ്ടി 100 കോടി കൂടി കടം ഉണ്ടാക്കി വെച്ച് പോകുന്നത് ഒരു ജനാധിപത്യ രീതിക്ക് പറ്റുന്നതല്ല എന്നുള്ള ബോധ്യം കൊണ്ട് നമുക്കുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുകയും ചെയ്യുന്ന 2026-27 വാർഷിക ബജറ്റ് പെരിന്തൽമണ്ണ നഗരസഭ അവതരിപ്പിച്ചു. ഗതാഗത വികസനം, കുടിവെള്ള പദ്ധതി, റോഡ് നവീകരണം, യുവജന തൊഴിലവസരങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് ബജറ്റ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നഗരവികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യക്തമായ മുൻഗണന നൽകിയാണ് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് പെരിന്തൽമണ്ണ നഗരസഭ അവതരിപ്പിച്ചത്. ആകെ 144 കോടി 70 ലക്ഷം രൂപ വരവും 141 കോടി 78 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 2.92 കോടി രൂപ മിച്ചം കണക്കാക്കുന്നു. പദ്ധതി ഇതര ചെലവായി 79.53 കോടിയും പദ്ധതി ചെലവായി 62.25 കോടിയും ചേർന്നാണ് ആകെ ചിലവ് 141.78 കോടി രൂപയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം കൂടി നഗരസഭ വലിയ സാമ്പത്തിക കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ കൊണ്ടുവേണം നമ്മുടെ വരവ് ചെലവുകൾ കണക്കുകളെ സമീപിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാരംഭ നീക്കിയിരിപ്പ് 140 കോടി 70 ലക്ഷത്തി 67,543 രൂപ വരവും 79 കോടി 53 ലക്ഷത്തി 39,000 രൂപ പദ്ധതിയേതര ചെലവും 62 കോടി 25 ലക്ഷം രൂപ പദ്ധതി ചെലവും 2 കോടി 92 ലക്ഷം രൂപ 28,543 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഈ 2026-27 വർഷങ്ങളിൽ അവതരിപ്പിക്കുന്നത്. നഗരത്തിലെ ഗതാഗതവും വ്യാപാരവും ശക്തിപ്പെടുത്തുന്ന അടിസ്ഥാന സൗകര്യ വികസനമാണ് ബജറ്റിന്റെ മുഖ്യ ലക്ഷ്യം. നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് ബജറ്റ് അവതരണം നിർവഹിച്ചു. ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. 70 വയസ്സ് പിന്നിട്ട വയോജനങ്ങൾക്ക് വർഷത്തിൽ 4 തവണയായി പോഷകാഹാര കിറ്റുകൾ നൽകാൻ 25 ലക്ഷം രൂപ വകയിരുത്തി. കുടുംബ സാമൂഹിക അന്തരീക്ഷം ആരോഗ്യകരമാക്കാൻ മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനത്തോടെ മൈൻഡ് ഫീലിംഗ് ക്ലിനിക് ആരംഭിക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചു. സോഷ്യോ ഇക്കണോമിക് ഹെൽത്ത് പ്രോഗ്രാമിന് 25 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഈ 2026-27 ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളെ വൈസ് ചെയർമാൻ ഒരു ജനകീയ പദ്ധതിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗത്തും എത്തേണ്ട എല്ലാ വികസന പ്രവർത്തനത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ആയിഷ ജംഗ്ഷൻ മുതൽ ഭരത്മംഗലം ബൈപ്പാസ് വരെ നമ്മളെ റോഡ് വീതി കൂട്ടി ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. റോഡ് വീതി കൂട്ടി തിരക്ക് ഒഴിവാക്കാനുള്ളൊരു പദ്ധതിയാണ് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഗോൾഡൻ കിറ്റ് 70 വയസ്സായ ആളുകൾക്കുള്ള 4 തവണ മാസത്തിൽ 4 തവണ കൊടുക്കേണ്ട ഒരു ഗോൾഡൻ കിറ്റായിട്ടാണ് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തെരുവ് നായശല്യം നിയന്ത്രിക്കാൻ കുന്നപ്പള്ളിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപം ABC ഷെൽട്ടർ ആൻഡ് കെയർ സ്ഥാപിക്കാൻ 50 ലക്ഷം രൂപ വകയിരുത്തി. മാനത്തുമംഗലം മുതൽ കോഴിക്കോട് റോഡ് ജംഗ്ഷൻ വരെയുള്ള പഴയ ബൈപ്പാസ് വീതി കൂട്ടി ഡിവൈഡർ, ഫുട്പാത്ത്, ബാരിക്കേഡ്, തെരുവ് വിളക്കുകൾ എന്നിവയോടെ നവീകരിക്കും. MLA വിഹിതം 5 കോടിയും MP ഫണ്ട് 2 കോടിയും നഗരസഭയുടെ വിഹിതവും ചേർത്താണ് പദ്ധതി നടപ്പാക്കുക. അമൃത് പദ്ധതിയിൽ 7 മീറ്റർ വീതിയുള്ള 37 റോഡുകൾ BM&BC രീതിയിൽ നവീകരിക്കും. വാട്ടർ അതോറിറ്റിയുടെ പഴയ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ 14 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നോളജ് ഇക്കോണമി പ്രോഗ്രാം നടപ്പാക്കാൻ 2 കോടി രൂപയുടെ വായ്പാ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി. വർക്ക് നിയർ ഹോം മാതൃകയിൽ 500 യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനാണ് പദ്ധതി. ഈ പദ്ധതി പ്രഖ്യാപിച്ചു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ നമ്മൾ MLA-യുമായി ബന്ധപ്പെട്ട് MLA വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് അത് മുനിസിപ്പാലിറ്റി മുഖാന്തരം നടത്താനുള്ള തീരുമാനം ഉണ്ടാക്കണം. ആര് നടത്തിയാലും കിഫ്ബി അതിന് വായ്പ കൊടുക്കും. ആ വായ്പ കൊടുക്കുന്നത് നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു കോംപ്ലക്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് 2 കാര്യം കിട്ടും. ഒന്ന്, ആ കോംപ്ലക്സിന് ഒരു വാടക ഉണ്ടാവും. 2, നമുക്ക് നമ്മുടെ ആളുകൾക്ക് ഈ ബാംഗ്ലൂരും മറ്റ് ഹൈദരാബാദിലൊക്കെ പോയി താമസിക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും.
അപ്പോൾ ഈ 500 ആളുകളിൽ നമുക്കൊരു ദിവസം പല ടൈമുകളിലായി 500 ആൾ ഒരു സമയത്ത് ഉൾക്കൊള്ളുന്ന പോലെ ആളുകളെ എന്ത് ചെയ്യണം 3-4 സമയത്ത് നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ പല 1000-1500 ആൾക്കാർക്ക് പ്രതിദിനം ഇവിടെ നമുക്ക് ഈ മേഖലയിൽ വന്നിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ളൊരു അപ്പോൾ ആ ടൗണിലേക്ക് ഒരു പുള്ളിങ്ങാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഈ പറയുന്ന മറ്റേ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ബൈപ്പാസ് വികസിക്കാൻ 7 കോടി രൂപ വെച്ചത് നമ്മൾ 1 കോടി രൂപയാണ് മുനിസിപ്പാലിറ്റി വെക്കണുള്ളൂ. ബാക്കി 5 കോടി എം എൽ എ ആണ് നമുക്ക് തരാമെന്ന് പറയുന്നത്, 2 കോടി MP ഫണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി സംയോജിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അല്ലാതെ നമുക്കിപ്പോൾ 100 കോടി രൂപയ്ക്ക് കടം വാങ്ങിയിട്ട് ഈ 30-40 കോടി രൂപ വേണ്ടി 100 കോടി കൂടി കടം ഉണ്ടാക്കി വെച്ച് പോകുന്നത് ഒരു ജനാധിപത്യ രീതിക്ക് പിന്നെ പറ്റുന്നതല്ല എന്നുള്ള ബോധ്യം കൊണ്ട് നമുക്കുണ്ട്. കൃഷി വ്യവസായ മേഖലയ്ക്ക് 1.30 കോടി, വിദ്യാഭ്യാസത്തിന് 1.90 കോടി, വിവിധ റോഡുകളുടെ വികസനത്തിന് 20 കോടി, ആരോഗ്യ മേഖലയ്ക്ക് 1.75 കോടി, മാലിന്യ സംസ്കരണത്തിന് 3.21 കോടി, പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്ക് 2.95 കോടി, സാമൂഹിക നീതി വികസനത്തിന് 30 ലക്ഷം രൂപ എന്നിങ്ങനെയും തുക അനുവദിച്ചിട്ടുണ്ട്. ചാനൽ ടൺ പെരിന്തൽമണ്ണ 5 കോടി, സാമൂഹിക നീതി വികസനത്തിന് 30 ലക്ഷം രൂപ എന്നിങ്ങനെയും തുക അനുവദിച്ചിട്ടുണ്ട്. ചാനൽ ടൺ പെരിന്തൽമണ്ണ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.